സുകന്യേ വേഗം പല്ല് വെച്ചിട്ട് വായോ. പല്ല് വെച്ച് ചായ കുടിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി കഴിക്കണ്ടേ. സുകന്യക്ക് ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് കേട്ടോ വേണ്ടത്. എനിക്കാണോ പറഞ്ഞാൽ വേറെ തിരിച്ചിട്ടാണ്. എനിക്ക് ചട്നി വേണം. ഇഡ്ഡലിക്ക് സാമ്പാറാണ് ബെസ്റ്റ്. പക്ഷെ നമ്മുടെ മത്തം കൂട്ടാനൊക്കെ ആയിട്ടോ രാവിലെ സതിയേട്ടൻ പോയി നമ്മൾ ചായയൊക്കെ കുടിച്ചില്ലേ, ഒരു സാവകാശത്തിൽ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ പണികൾ തുടങ്ങണേ ഉള്ളൂ. രാവിലെ ചോറ് കൊണ്ടുപോണ്ടേ, അപ്പൊ ചോറ് കൂട്ടാന് ഉപ്പേരി പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അത് കൊടുത്തു വിട്ടു കേട്ടോ. മോരും കൊടുത്തു വിടാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാനൊരു അബദ്ധം ചെയ്തു. എന്തിട്ടെന്നറിയോ, മോരിക്ക് വേഗം പാലങ്ങോട്ട് ഒഴിച്ചു വെച്ചു, എടുത്തു വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് മോരില്ല. അപ്പൊ മോരില്ലാത്ത ദിവസം എന്ത് സാധനവും നമ്മുടെ വീട്ടിൽ, എല്ലാ വീട്ടിലും അങ്ങനെയല്ലേ, ഇല്ലാത്ത ദിവസം എല്ലാവർക്കും വേണ്ടി വരും, ഉള്ള ദിവസം ആർക്കും ചോദിക്കില്ല കേട്ടോ. അപ്പൊ ഇന്ന് പോകുമ്പോ ഇന്ന് മോരില്ലേ ചോദിച്ചിരുന്നു. രാവിലത്തെ അമ്മേന്റെ ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി ഉള്ളിലത്തെ പണിയുണ്ട്. പിന്നെ അച്ഛമ്മ വന്നു കേട്ടോ ഇന്നലെ വൈകിട്ട്. പിന്നെ പഴയ പോലെ തന്നെ ഇപ്പൊ എല്ലാവരും ഉണ്ട് ഇവിടെ. വെക്കേഷനൊക്കെ ആകുമ്പോ പഠിച്ചു കൊടുക്കാലോ. ഇപ്പൊ എല്ലാവരും ഉണ്ട്. പിന്നെ ഉള്ളിലത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുഞ്ഞച്ചനും ചോറൊക്കെ കൊടുത്തു. കുഞ്ഞച്ചൻ പണിക്ക് പോയി. അവള് പറഞ്ഞ് ഇതായി വരുന്നില്ലേ ഉള്ളൂ. അച്ചു വേഗം ഉഷാറാവും. അമ്മു, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറില്ലേ, അമ്മു അധികം സംസാരിക്കാൻ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. അമ്മു അവളുടെ അച്ഛന്റെ പോലെയാണ്. സംസാരിച്ച് തുടങ്ങിയാൽ സംസാരിക്കും, അല്ലാതെ അവൾ അങ്ങനെ പെട്ടെന്ന് സംസാരിക്കില്ല. ഞാനും സുകന്യൊക്കെ പിന്നെ സുകന്യ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ സുകന്യ ഞാനൊന്നും ഒന്നുമല്ല. എല്ലാരും പറയില്ലേ പ്രസി വർത്താനം പറഞ്ഞ് വെറുതെയാണെന്ന്. പക്ഷെ സുകന്യ ഇപ്പൊ നന്നായി സംസാരിക്കട്ടെ എല്ലാവരോടും. ആദ്യം അവൾക്കും ഭയങ്കര മടിയായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ സുകന്യ അരങ്ങത്തേക്ക് വരാൻ തുടങ്ങി. ഇന്ന് നമ്മള് രാവിലെ ചോറ്, മത്തൻ കൂട്ടാൻ, പയർപ്പേരി, അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടാക്കി രാവിലെ. ഇപ്പൊ നമ്മുടെ സമയം ഒരു 8:15 ആയി. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇനി ചായ കുടിക്കുമ്പോ 2 റസ്ക്കും ചായയും കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ ഇനി ഭക്ഷണം കഴിക്കുമ്പോ അവർ 9:30 ആയിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പൊ നമ്മൾ ഇഡ്ഡലിയാണ് പറഞ്ഞു വെച്ചാൽ കുറേ ദിവസമായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. നമ്മൾ എപ്പോഴും എളുപ്പപ്പണിക്ക് ദോശ ഉണ്ടാക്കുക. ദോശ ഉണ്ടാക്കുമ്പോ വേഗം എങ്ങനെ പറയാ, എനിക്ക് എളുപ്പം തോന്നിയിരിക്കണത് ദോശയാണ് കേട്ടോ. എനിക്ക് എളുപ്പം തോന്നിയിരിക്കുന്നത് ദോശയാണ് കേട്ടോ. കാരണം ചൂടോടെ നമ്മൾ ചമ്മന്തി എന്തെങ്കിലും അരച്ചു കഴിഞ്ഞു വെച്ചാൽ ചൂടോടെ 2, 3 ഒക്കെ അല്ലേ ഇവര് കഴിക്കുള്ളൂ. അപ്പൊ അത് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഡ്ഡലിക്കാണ് പറഞ്ഞ വെച്ചാൽ ഇത് വെന്തോ നോക്കണം, ഈ സമയം ഉണ്ട് പറഞ്ഞ വെച്ചാൽ എന്റെ ദോശപ്പണി കഴിയും. എല്ലാരും പറയും ഇഡ്ഡലിയാണ് എളുപ്പം. ഇഡ്ഡലിനേക്കാളും എനിക്ക് സുഖം തോന്നിയിരിക്കുന്നത് ദോശയ്ക്കാണ്. അപ്പൊ ദോശയ്ക്ക് നമ്മള് ചമ്മന്തി മതി. ഇഡ്ഡലിക്കാണ് വെച്ചാൽ ചാറുകറി എന്തെങ്കിലും വേണം. സുകന്യ പിന്നെ അവൾക്ക് ചമ്മന്തി നിർബന്ധമാണ്. ആ ചമ്മന്തി അവൾ തന്നെയാണ് കേട്ടോ അരക്കല്. അത് അവള് അരക്കിയ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം എരിഞ്ഞിട്ട് കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം ചാടും, എന്നാലും വേണ്ടില്ല. അവൾക്ക് നല്ല എരിവ് വേണം പറഞ്ഞല്ലേ. അതുകൊണ്ട് മേമേ ചമ്മന്തി അരക്കണ്, ഞങ്ങൾക്ക് ചമ്മന്തി വേണ്ട, നല്ല എരിവാണ് പറയാം. അമ്മു കഴിക്കും, മറ്റവർക്ക് 2 പേർക്കും എരിവ് അത്ര പിടിക്കില്ല. അപ്പൊ നമ്മുടെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചു ദിവസമായി ഇവിടുന്ന് പോയെടുക്കുകയായിരുന്നു. മകളുടെ അടുത്തായിരുന്നു. ഇന്നലെ 8 മണിയോ 8:30 ആയി തോന്നുന്നു വന്നപ്പോ. 8:30 കഴിഞ്ഞു. അപ്പൊ നേരത്തെ ഉച്ചയ്ക്ക് ഉണ്ട് പുറപ്പെട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുന്ന് ആരും വരാണ്ട് അവിടെ ഉള്ളവനെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു. നോക്കുമ്പോ ഇവര് വന്നപ്പോഴേക്ക് നേരം വൈകി. പിന്നെ രാത്രിയാ വന്നത്. ആ സമയത്ത് വരിക നല്ലത്, വെയിലൊന്ന് ആറിയിട്ട് വന്നാ മതി പറഞ്ഞു. അപ്പോഴേക്ക് ഇത്തിരി വൈകി. പക്ഷെ ഇന്നലെ ഇതിന് തലവേദനയായിട്ട് ആശുപത്രി പോയി, പള്ളിക്കുറുപ്പ് ഡോക്ടറെ കാണാൻ പോയി. ഇവിടെ കടക്കായിരുന്നു കേട്ടോ. രാവിലെ നമ്മള് വീഡിയോ എടുക്കണമെന്ന് അവരിനെ സൗകര്യം കൊടുത്താണ്. അവര് പോണ്ട പറഞ്ഞ് മുടക്കുമ്പോ നീ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ വിളിച്ചതാ. അപ്പൊ ഏട്ടന് ആശുപത്രി പോയി കഴിഞ്ഞ് വന്നിട്ട് കിടക്കായിരുന്നു. ഭക്ഷണം കൂടി ഇപ്പൊ ഒരാഴ്ചയായിട്ട് നേരെ കഴിക്കണില്ല. രാവിലെ നേരത്തെ അവർക്ക് തലവേദന അങ്ങോട്ട് തുടങ്ങും. ആ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിവരെ ഏട്ടന് തല താഴ്ത്താൻ പറ്റില്ല എന്നില്ലേ, അങ്ങനെയുള്ള തലവേദനയാണ്. ഒരു പാരസെറ്റമോൾ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പറയും ആവശ്യമില്ലാണ്ട് വെറുതെ ഗുളിക കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും സൂക്കടാവും പറഞ്ഞിട്ട് ഏട്ടൻ കഴിക്കൂല. ഇന്നലെ എന്നിട്ട് പിന്നെ
എന്താ പള്ളിക്കുറുപ്പ് പോയിട്ട് അത് കഴിഞ്ഞ് വന്ന് മരുന്ന് കഴിച്ചിട്ട് കുറേ നേരം കടന്നുറങ്ങില്ലേ. ഉറക്കവും ശരിയാവണില്ല രാത്രിയില്. കൊറേ ഉറങ്ങി. എന്നിട്ട് പിന്നെ നമ്മള് ഒരു വീഡിയോ എടുത്തിട്ടാണ് അമ്മേനെ കൊണ്ടുവരാൻ പോയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ജലദോഷം പനിയല്ലല്ലോ, കാലിന്റെ എല്ലിന് കേടല്ലേ. അപ്പൊ അത് ഒരു മാസം 2 മാസമോ 3 മാസമൊക്കെ പിടിക്കും. അപ്പൊ അതുവരെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് ദിവസം ഒരു സഹായത്തിന് പോയി എന്ന് മാത്രം. എനിക്കും വയ്യ, ഞാൻ എപ്പോഴാ വീഴുകയെന്നറിയില്ല. അങ്ങനെ കയ്യും കാലും കുഴഞ്ഞിട്ടും ക്ഷണിച്ചിട്ടും വയ്യ. അപ്പൊ അതും കൂടി അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് വേഗം അവിടുന്ന് സ്ഥലം ഒഴിവാക്കി. കുട്ടികളും നീച്ചിട്ടില്ല കേട്ടോ. കുട്ടികളൊക്കെ നീച്ചാൽ 4 പേർ ഓടി കളിക്കും. കുട്ടികൾ ഉറങ്ങുകയാണ്. അവര് നീച്ചാ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, 4 പേർ ഇങ്ങനെ ഓടി കളിക്കും. പിന്നെ തൊള്ള എള്ളിവിളി ഒക്കെ, അതാണ് കേൾക്കാത്തത്. പിന്നെ അപ്പോഴേക്കും ഇവിടുത്തെ പണികളൊക്കെ തീർക്കണം. തീർത്തില്ലെങ്കിൽ അവരെ നോക്കാൻ തന്നെ സമയം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട്, ചെറുതാണെങ്കിൽ വേണ്ടിയ റോട്ടിക്കാണ് ഓടിപ്പോണത്. ഒരു വണ്ടി ഇതേനെ വരുന്നുണ്ട്, ഇവിടെ എത്തിയ ഓർണം കൂടി അടിക്കാണ്ട് അവര് വരും. അതുകൊണ്ട് അപ്പോഴേക്കും പണിയൊക്കെ ഒരുക്കണമെന്നാണ്. ചെക്കന്മാര് നിൽക്കണുള്ളൂ. അതാണ് ഇവിടെ ഒച്ചവിളി ഒന്നും ഇല്ലാത്തത്. ഇപ്പൊ നമ്മുടെ ന്യൂസ് സ്റ്റാറും കൂടി വരുന്ന നല്ല സുഖാണ്. കാരണം എന്താ വെച്ചാൽ ബസ് വരുന്നത് അറിയുന്നില്ല കേട്ടോ. മാറ്റം വരുന്നുണ്ടോ? 2 ബസ് വരുന്നുണ്ട്. അപ്പൊ തുടങ്ങല്ലേ, കലാപരിപാടികൾ ആരംഭിക്കാറായിട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ് കേട്ടോ. മുരിങ്ങക്കായുടെ വലുപ്പം കണ്ടോ എന്താലേ. ഇപ്രാവശ്യം ഈ 2 എണ്ണേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ കിട്ടിയിരുന്നതാണ്. ഇത് മുരിങ്ങക്കായ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഷേപ്പ് ഇല്ലാത്തൊരു സാധനം, കാരണം വണ്ണമില്ലല്ലോ. ഇഡ്ഡലിക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളി അരിയാണ്. ഇപ്പൊ തക്കാളി അരിയണോ? തക്കാളി ഉള്ളി അരിയണം. പാത്രം എടുത്തിട്ട് അമ്മ. അവള് രാവിലെ അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയൂട്ടോ. കിച്ചുന്റെ കുളി കഴിഞ്ഞാ? കുളിച്ചിട്ട കഴിക്കേ. ചെയ്യുമ്പോ ഞാൻ ചെയ്യാ പറഞ്ഞിട്ട് ചെയ്ത് ഓരോന്നും ഓരോ ചെറിയ പണികളാണ് ചെയ്യുന്നത്. എന്നാ മക്കളെ കൈയിട്ട് ഇളക്കണ്ടോ? നീ തായിട്ടുണ്ടാവോ? ഇന്നലെ അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ ഇന്ന് രാവിലെയാണ് ഇവിടുന്ന് പോയത്. എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിച്ച സാമ്പാറാട്ടോ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇന്ന് അമ്മ സാമ്പാർ വെച്ചില്ലെന്ന്. കുഞ്ഞച്ചന് പണിയുള്ള കാരണം ചോറും കൂട്ടാനും ഉപ്പേരി ഉണ്ടാക്കി. പക്ഷെ അമ്മ മട്ടൻ കറി പയറുപ്പേരി ഉണ്ടാക്കി. അതാണ് പിന്നെ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അമ്മ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സാമ്പാർ വേണ്ട, ഇഡ്ഡലിപ്പൊടി മതി പറഞ്ഞിട്ട് ഇഡ്ഡലിപ്പൊടി കൂട്ടി കഴിക്കാറ്. ഉള്ളിയരിയിട്ട് ഇനി ബാക്കി. എങ്ങനെ മുത്തേ ചെയ്യണ്? അമ്മ ചെയ്യണോ? അമ്മ ചെയ്യടി. അവൻ ചെയ്യൂലേ വിച്ചോ? അങ്ങനെയല്ല കുഞ്ഞോണ്. അങ്ങനെയാണേ ചെയ്ത് പഠിക്കണം. അങ്ങനെ തന്നെ മിടുക്കൻ. പാൽച്ചായ ലേക്കണത് കുഞ്ഞിന് ചായല്ല.
അച്ഛമ്മ ഞാൻ അടിക്കാം അച്ഛമ്മ. ആ ഈ അച്ഛൻ പഞ്ചസാര ആ കുഞ്ഞിന് നല്ല കട്ടിയുടെ ചായ ഉണ്ട് കേട്ടോ കുഞ്ഞ. എന്താണ് എന്ത് ഇട്ടാലി സോഫയിൽ അങ്ങനെയും പോലെയാ. വേനൽക്കാലം കൂടി ഇല്ലേ, ചെക്കന്മാര് അങ്ങനെ ഇത് കൂടെ കേറി ചാടി കളിച്ചിട്ട് അങ്ങനെയും പൊടിയാക്കൂല. മേമാതോടെ കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കത്തി കത്തി ഇപ്പൊ തുണി അടിച്ചു കൊടുക്കല്ലേ ഉണ്ടോ? എല്ലാവർക്കും നോമ്പ കുട്ടികൾക്കൊക്കെ അപ്പൊ ഭക്ഷണം വേണ്ടല്ലോ അല്ലേ? പൊണ്ണത്ത് ബാബു പൊണ്ണത്ത് ബാബു പൊണ്ണമക പൊണ്ണമക. ഇതാ നമ്മുടെ കുഞ്ഞന്റെ ഒക്കെ പല്ല് തേക്കാൻ വേണ്ടി ഒരുങ്ങണേ ഉള്ളൂ അവന്. നീ പല്ല് വെച്ച ചായ കുടിക്ക. എന്താ പൊണി എനിക്കണത്. കുഞ്ഞുണ്ണി എടുത്തു. കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി. പപ്പുന് ഭയങ്കര ഇഷ്ടാട്ടോ മഞ്ചി. ഇന്നലെ അമ്മമ്മ ഉണ്ടെന്നപ്പോ കൊടുക്കാൻ വേണ്ടി മറന്നു. വേണ്ട വായോ വായോ. ആ പിന്നെ പപ്പുവിന് ചെറുതല്ലേ, അതിന്റെ ഒറ്റ വായിക്കുള്ളൂ. മക്കള് കേശു ഈ വീടിന്റെ നാഥൻ സിനിമ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ കൊറേയൊക്കെ കഴിഞ്ഞില്ലേ, നമ്മുടെയും കൊറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ തൊട കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂം കഴുകുക, തുണി തിരുമ്പുക, കുളിക്കുക, പിന്നെ കഴിക്കുക. കഴിച്ചിട്ട് എവിടേക്കാ പോണ്ട്? എവിടേക്കാ കഴിച്ചിട്ട് പോണ്ട് കുഞ്ഞുണ്ണി? അമ്മമ്മ വീട്ടിച്ച് പോണോ? ഇന്നലെ വീട്ടിൽ നിന്ന് അമ്മ വന്നിരുന്നു കേട്ടോ. അമ്മ വന്നപ്പോ അവർക്ക് അമ്മയുടെ അടുത്തേക്ക് പോണോ പറഞ്ഞിട്ട് കാനടത്തേക്ക് പോവുക പറഞ്ഞിട്ട് വാശി പിടിച്ചിരുന്നു. പക്ഷെ അമ്മ പണിക്ക് പോവല്ലേ, അപ്പൊ എങ്ങനെ അവിടെ എന്താ ഇവരെ കൊണ്ടുവന്നാക്കുക. ഇനി സ്കൂള് പൂട്ടണല്ലേ, വിഷു ആകുമ്പോ നമ്മള് പോവില്ലേ, അപ്പൊ പോകുമ്പോ ഇവരെയൊക്കെ കൊണ്ടുപോകണം. കുറേ ആയി കുഞ്ഞൻ അമ്മമ്മ വീട്ടിക്ക് പോവുക, വല്യമ്മ അമ്മമ്മ വീട്ടിക്ക് പോവുക പറഞ്ഞിട്ട് വാശി പിടിക്കണം കേട്ടോ. അപ്പൊ പ്രാവശ്യം പോകുമ്പോ ഇവരെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വരുന്നുണ്ടോ കുഞ്ഞു? അതില് രസാവ അവന്റെ അമ്മമ്മ വീട്ടിൽ പോയിട്ട് 4 ദിവസം നിന്നില്ലേ. അത് കഴിഞ്ഞിട്ട് സുകന്യ വന്നിരുന്നില്ല കേട്ടോ. തലേ ദിവസം ഇവര് വന്നിരുന്നു, പിന്നെ പിറ്റത്തെ ദിവസമാണ് സുകന്യ വന്നിരുന്നത്. നമ്മളന്ന് വീഡിയോ കൊടുത്തില്ല. അപ്പൊ നീ എന്താ അമ്മ ഇല്ലാണ്ട് വന്ന് കുഞ്ഞുണ്ണീന്ന് ചോദിച്ചപ്പോ അവൻ പറയണേ, എനിക്ക് അമ്മേനെ കാണാൻ തോന്നിയിട്ട് വയ്യാന്ന്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഏതമ്മേനെ ചോദിച്ചേ. ഈ അമ്മേനെ കാണാൻ തോന്നിയിട്ട് വയ്യ, അതും കൊണ്ട് വന്നതാണ്. എന്നിട്ട് വേഗം ഉണ്ടാവും വന്ന് ഉമ്മ തരുന്നു. എന്താന്നറിയാ ഒരു സോപ്പിങ് അല്ലേ കുഞ്ഞുണ്ണിയെ?
അമ്മ കൊണ്ടുവന്ന സമ്പാദ്യം കാണണോ? മാങ്ങ. നമുക്കിവിടെ മാങ്ങല്ലല്ലോ. ഇവിടെ മാങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. എനിക്ക് മാങ്ങ അതേപോലെ ചക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചക്ക കൂട്ടാനൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാല് ചോറിനേക്കാട്ടിലും കൂടുതൽ ചക്ക കൂട്ടാൻ കഴിക്കട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒന്നെങ്കിലും കഴിക്ക് തരാതിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അതേപോലെ നിന്റെ അച്ഛനാണ് വെച്ചാൽ അച്ഛൻ പണിക്ക് മലപ്പുറം പണിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇടിച്ചക്ക ആവണേന്റെ മുമ്പേ അച്ഛൻ ഇടിച്ചക്ക കൊണ്ടുവന്ന് തരുമൊക്കെ ചെയ്തിരുന്നു. അതേപോലെ അമ്മയ്ക്ക് തന്നെ ചക്കയാണ് വെച്ചാൽ ഇടിച്ചക്കയാണ് വെച്ചാൽ ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തരണം, എന്നാലാണ് അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പാല് തിളച്ചു. കുട്ടികൾക്ക് കുടിക്കാനുള്ളതും പിന്നെ നമുക്ക് വൈകുന്നേരത്ത് ചായ വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റി പോയിട്ട് പാല് വാങ്ങിട്ട് വരും കേട്ടോ രാവിലെ. നമ്മള് ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അരി എടുത്തിട്ടുണ്ട്, പിന്നെ ഉഴുന്ന് എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, ഉപ്പ്, കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അമ്മ ഉണ്ടാക്കുമ്പോ ഉഴുന്നും കൂടിയും കൂട്ടില്ലല്ലമ്മ. അമ്മ ഉഴുന്ന് കൂട്ടില്ല. കുരുമുളകും ഉണക്കമുളകും അരി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അതാ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് കഴുകിയ അരിയാണ് കേട്ടോ, കഴുകി വാരാൻ വെച്ചതാണ് നേരത്തെ. ഇപ്പൊ ഈ ചൂടൊക്കെ ഇപ്പൊ ആയിട്ടില്ല കേട്ടോ. ഒരു 10-10:30 കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുരുമുളകും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും എന്താ എളുപ്പം കഴിയും, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞില്ലേ, വേഗം പണിയും കഴിയും. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. ഉപ്പിനി നമ്മൾ പൊടിക്കുമ്പോ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ, ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തോന്ന് മാത്രം. വേഗം എല്ലാം എളുപ്പം കഴിയില്ലേ. കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില ഇട്ടാൽ നല്ല മണം ഉണ്ടാവും. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അടുത്ത വീട്ടിൽ പോയിട്ട് കറിവേപ്പില എടുക്കാൻ കമ്മിയാണ്. എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി വറക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടുമ്പോൾ കരിഞ്ഞു പോവുള്ളൂ. ഇവിടെ എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല, നമ്മളിത് വാങ്ങുകയാണ്. എന്താ മൊത്തേ തരാനോ? ഇത് തരാൻ പറ്റില്ല, ഇത് ബൂബു ബൂ. ഓ ആ ഊതാണേ. പൊടി കൂടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനേ അങ്ങനെ മറ്റേ പൊന്നും കല്ലച്ച് കഴിഞ്ഞ അരി വറുത്ത് നേരതായിട്ടില്ലെങ്കിൽ എന്തുണ്ണി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടാ. ഇഡ്ലിപ്പൊടി ഇനി ഇതൊരു ഡപ്പയിലാക്കിയിട്ട് ഡപ്പ എന്ന് പറഞ്ഞാൽ കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞു വെച്ചാല് കുറേ ദിവസങ്ങളില്ലേ കേട് വരാതിരിക്കും. ഞാനിപ്പോ ഇങ്ങനെ പൊടിച്ചിട്ട് വെച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 3-4 മാസമൊക്കെ ഉണ്ടായിരുന്നു. ഇത് അനിയത്തിന് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിപ്പൊടി നിർബന്ധമാണ്. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല എത്ര ഇടണോ അതിനനുസരിച്ച് നല്ല രുചി ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല നാട്ടിൻപുറമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിലിന്റെ ചൂടും കൊണ്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോയിട്ടോ. ഇനി കിച്ചുട്ടാ
ചമ്മന്തി നിയമുണ്ടാക്കിയത്. ചട്നി തരാം. പൊടി വേണോ കുട്ടിക്ക്? ചട്നി ഉണ്ട് കേട്ടോ. കിച്ചൂരെ വീഡിയോ എടുക്കുക പരിപാടി. തുറന്നടി. ഹനിയേട്ട അവിടെ നിക്കണ്ടേ? അവിടെ ഉണ്ട്. ആണോ? കഴിക്കടി. ഇഡ്ഡലി കഴിച്ചടി. ഉറങ്ങാണ്. അച്ചുട്ടിയേ ബാ. കുഞ്ഞു ബാ, ഇഡ്ഡലി ബാ. എപ്പോ എല്ലാവരും കഴിക്കല് കഴിഞ്ഞോ? ഇപ്പൊ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. സുകന്യ അമ്മൂട്ടി കഴിച്ചോ? കഴിക്കണ്ടേ? അപ്പൊ ഒന്ന് എടുത്തേറ്റമ്മ. കുഞ്ഞു ബാ. രാവിലെ ഏപ്രിൽ ഫൂൾ ഇന്നലെ ആയിരുന്നു. ഇന്ന് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഫൂളിങ് കഴിഞ്ഞു. അമ്മൂട്ടിക്ക് കഴിക്കും മുത്തേ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. സ്കൂള് തുറക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ അല്ലേ അടിപൊളിയായിട്ട് ഉഷാറാവണം. ചട്നി വയ്ക്കട്ടെ? ചമ്മന്തിപ്പൊടി വേണ്ടേ? രാവിലത്തെ വിശേഷം എടി കഴിച്ചിട്ട് 2 ഇഡ്ഡലി വെച്ചോ? മുട്ടിക്കുള്ളത് ഇനി ഒരു കട്ടൻ ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ തൃപ്തിയായി പറയല്ലേ. അപ്പൊ നമ്മളിതൊക്കെ കഴിക്കട്ടെ കേട്ടോ. കുഞ്ഞന്റെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ. കുഞ്ഞന് ചട്നിയും ചമ്മന്തി ഒന്നും കുഞ്ഞന് പറ്റില്ല. കുഞ്ഞൻ എന്ത് കൂട്ടിയിട്ടാ കഴിച്ച്? ഇഡ്ഡലി എന്ത് കൂട്ടിയിട്ടാ കഴിച്ച് പറ? ചട്നി കൂട്ടിയിട്ടാ കഴിച്ച്? അവൻ പഞ്ചസാര കൂട്ടിയിട്ട് കഴിച്ചു. അമ്മൂന്റെ ഒക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ. അമ്മൂന്റെ അല്ല അച്ചുവിന്റെ ഒക്കെ കഴിക്കല് കഴിഞ്ഞു. അവള് പോയി. അപ്പൊ ഇനി ഞങ്ങളെ കഴിക്കാനുള്ളൂ. സുകന്യ കുഞ്ഞുണ്ണീനെ കുളിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അംഗനവാടിക്ക് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ രാവിലത്തെ കഴിക്കൽ ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ കുറച്ച് തിരക്കുകളും അമ്മ വന്നതിന്റെ സന്തോഷം ഒക്കെയാണ്. അപ്പൊ അമ്മ കഴിച്ചു. അമ്മ കഞ്ഞി കുടിച്ച് അമ്മയുടെ മരുന്നൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.